അങ്ങനെ നമ്മൾ ജോമെട്രി സ്റ്റാർട്ട് ചെയ്യുവാണ്. ഇന്ന് 2D ജോമെട്രിയാണ് നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. എപ്പോഴും പരാതി പറയാറുള്ള ചാപ്റ്ററാണ് 2D ജോമെട്രി. സാറേ 2D ജോമെട്രിയുടെ ക്ലാസ് ചെയ്യാവോ, 2D ജോമെട്രി പഠിപ്പിക്കാവോ, അത് മനസ്സിലാകുന്നില്ല, ബുദ്ധിമുട്ടാണ്, പലപ്പോഴും ഞങ്ങൾ സ്കിപ്പ് ചെയ്താണ് പഠിക്കാറ്, ഈ 2D ജോമെട്രി വേണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് എപ്പോഴും പരാതി പറയുന്ന ഒരു ചാപ്റ്ററാണ് ഏത് 2D ജോമെട്രി. അപ്പോൾ ഒത്തിരി തവണ ചോദിച്ചിട്ടുണ്ട്, ഇത് ചെയ്യണേ, ഇതിൻ്റെ എക്സാമിന് മുന്നേ ചെയ്യണേ എന്നൊക്കെ പറഞ്ഞ് പറയാറുണ്ട്. അപ്പം ഇപ്പോഴാണ് ആക്ച്വലി ഒരു സമയവും സാവകാശവും ഒക്കെ കിട്ടുന്നത് ചെയ്യാൻ. അപ്പോൾ നമ്മൾ എന്തായാലും 2D ജോമെട്രി സ്റ്റാർട്ട് ചെയ്യുവാണ് മക്കളെ. അപ്പം ഇവിടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസിലൂടെയാണ് പഠിക്കാൻ പോകുന്നത്. ഞാൻ ഓരോ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പം അതിനാവശ്യമായ തിയറി ആ ചോദ്യത്തിനൊപ്പം പറഞ്ഞോളാം. പിന്നെ എക്സ്പ്ലനേഷൻ കുറച്ചുകൂടെ വൈഡാക്കി പറയാൻ ശ്രമിച്ചോളാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവാൻ എളുപ്പമുണ്ട്. എക്സാമുകൾക്ക് ചോദിച്ച ചോദ്യങ്ങൾ കുറച്ചുകൂടെ ഡീപ്പായിട്ട്, അപ്പം ഒരു ചോദ്യം ചെയ്യുമ്പം അതിനാവശ്യമായ തിയറി ആ ചോദ്യത്തിനൊപ്പം പറഞ്ഞു തരാം. അപ്പം നിങ്ങൾക്ക് തിയറി തന്നെ പഠിക്കേണ്ട ഒരു ബുദ്ധിമുട്ടും വരത്തില്ല. ഓക്കെ, അപ്പോൾ വൃത്തിയായിട്ട് നോട്ട് എഴുതി ഒപ്പം കൂടിക്കോണം. സോ പാർട്ട് 1 വീഡിയോ ആണിത്. ഇതിൻ്റെ പിന്നാലെ 2, 3, 4 ഒക്കെ വരും. വൃത്തിയായിട്ട് നോട്ട് എഴുതി പഠിച്ചു പോക്കോണം കേട്ടോ. നിങ്ങളുടെ തീർച്ചയായ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി ലൈക്കുകളായി രേഖപ്പെടുത്താൻ മറക്കണ്ട. കൂടുതൽ നന്നായി വീഡിയോ ചെയ്യണമെങ്കിൽ മതി, നന്നായി ചെയ്യാനുള്ള പ്രോത്സാഹനം തരാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ചോദ്യങ്ങൾ പരിചയപ്പെട്ടാലോ? നമ്മൾ എല്ലാ തവണയും ചെയ്യുന്ന പോലെ തന്നെ ഇന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾ അല്ലെങ്കിൽ ഈ വീഡിയോയിൽ ചെയ്യുന്ന ചോദ്യങ്ങൾ പരിചയപ്പെടാം. ഒരു 6 ചോദ്യങ്ങളുണ്ട് മക്കളെ ഇന്നത്തെ ഈ വീഡിയോയിൽ. ഈ 6 ചോദ്യങ്ങളായിരിക്കും നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പം നിങ്ങൾ കുറച്ച് റേഞ്ചുള്ള കുട്ടികളാണ്, അറിയാവുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ ഈ 6 ചോദ്യങ്ങൾക്ക് ഉത്തരം നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ നോക്കിക്കോ. ഉത്തരം കിട്ടുന്നുണ്ടെങ്കിൽ പിന്നെ വെയിറ്റ് ചെയ്യേണ്ട, ടാറ്റ ബൈ ബൈ പറഞ്ഞ് സ്ഥലം വിട്ടോ. ഇനി ഉത്തരം കിട്ടാത്തവർ, ഒരു ഐഡിയ ഇല്ലാത്തവർ ഓരോന്നിൻ്റെ എക്സ്പ്ലനേഷൻസ് നന്നായി കണ്ട് പഠിച്ച് മനസ്സിലാക്കി പൊക്കോ കേട്ടോ. തുടങ്ങാം, ഓരോ ചോദ്യങ്ങളായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ആദ്യത്തെ ചോദ്യം, ഒരു ത്രികോണത്തിൻ്റെ വശങ്ങളുടെ നീളങ്ങൾ √2, √6, √8 ആകുന്നു. അതിൻ്റെ ഏറ്റവും ചെറിയ കോണിൻ്റെ അളവെത്ര? ഓക്കെ, ഇത് അത്യാവശ്യം ഒരു നല്ല ചോദ്യമാണ് മക്കളെ. ഒരു ത്രികോണത്തിൻ്റെ വശങ്ങൾ അല്ലേ, ഒരു ത്രികോണത്തിൻ്റെ വശങ്ങളെക്കുറിച്ചാണ് പറഞ്ഞേക്കുന്നത്. ഒരു ത്രികോണത്തിൻ്റെ വശങ്ങൾ എന്ന് പറയുന്നത് ഏത് നീളത്തിലാണെന്നാണ് പറഞ്ഞേക്കുന്നത്? √2 ആണ് ഒന്നിൻ്റെ നീളം, ഒന്ന് √6 ആണ്, ഒന്ന് √8 ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഒരു ത്രികോണത്തിൻ്റെ വശങ്ങളുടെ നീളങ്ങൾ √2, √6, √8 ആണ്. ഓക്കെ, എങ്കിൽ അതിൻ്റെ ഏറ്റവും ചെറിയ കോണിൻ്റെ അളവ്, ചെറിയ ആംഗിൾ, കോൺ, ഇതാണ് കോണുകൾ അല്ലേ. ഏറ്റവും ചെറിയ കോണിൻ്റെ അളവ് എത്ര എന്നാണ് ചോദ്യം അല്ലേ. അപ്പം നമുക്കിവിടെ ചെയ്യാവുന്ന ഒരു കാര്യം, നമുക്ക് ഈ വശങ്ങളുടെ റേഷ്യോ ഒന്ന് എടുക്കാം. ഓക്കെ, 3 വശങ്ങളല്ലേ ഉള്ളത്. ഒരു വശത്തിൻ്റെ നീളം √2, ഒരു വശത്തിൻ്റെ നീളം √6, മൂന്നാമത്തെ വശത്തിൻ്റെ നീളം √8. വശങ്ങളുടെ റേഷ്യോ എടുക്കുക. √2 √6 √8. ഇനി വശങ്ങളുടെ റേഷ്യോ എടുക്കാൻ നമുക്ക് ഒന്ന് വെട്ടിച്ചെറുതാക്കണമല്ലോ. ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതിൽ ഓരോന്നിനെയും √2 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പോവുക. ഇതിലെല്ലാം കോമൺ ആയിട്ടുള്ള √2 ആണ് കേട്ടോ. എല്ലാത്തിനെയും √2 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പോവുക. സോ ഇതിനെയും √2 വെച്ച് ഡിവൈഡ് ചെയ്യുന്നു. മൂന്നാമത്തെ √8നെ √2 വെച്ച് ഡിവൈഡ് ചെയ്യുന്നു. ഓക്കെ, എല്ലാത്തിനെയും √2 വെച്ച് ഡിവൈഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇവിടെ ആദ്യത്തെ കേസിൽ √2/√2 നമുക്ക് എത്ര കിട്ടും മക്കളെ? √2/√2 1 എന്ന് കിട്ടും, സംശയമില്ല. രണ്ടാമത്തെ കേസിൽ ശ്രദ്ധിക്കണേ, √6 ഡിവൈഡഡ് ബൈ √2 എന്നല്ലേ കിടക്കുന്നേ? ആണ്. അതിനെ എനിക്ക് ഒരുമിച്ച് √6/2 എന്ന് എഴുതാൻ പറ്റും. കേൾക്കുന്നുണ്ടോ? എന്ന് പറഞ്ഞാൽ അത് √3 അല്ലേ. √6/2 6/2 3 ആണ്, √3 ആണ് വന്നത്. മനസ്സിലായോ? √6/√2 ചെയ്യുമ്പം ഒരു റൂട്ടിൻ്റെ അകത്ത് 6നെയും 2നെയും ഒരുമിച്ചാക്കാം. അപ്പോൾ √6/2 √3 ആണ്. ഓക്കെ, അപ്പോൾ അവിടെ നമുക്ക് ഉത്തരം √3 കിട്ടും. ഓക്കെ, ഈസ് 2. ഇനി അടുത്തത് √8/√2. അതിനെ നമ്മൾ മുമ്പേ ചെയ്ത പോലെ നമുക്ക് ഒറ്റ റൂട്ടിൻ്റെ അകത്താക്കാം. √8/√2 എന്നതിനെ ഒരുമിച്ച് √8/2 എന്നാക്കാം മക്കളെ.
എന്ന് പറഞ്ഞാൽ √8/2 എന്ന് പറഞ്ഞാൽ √4 അല്ലേ? √4 എന്ന് പറഞ്ഞാൽ 2 അല്ലേ മക്കളെ? അല്ലേ? ചെയ്തത് സംശയമൊന്നുമില്ലല്ലോ. √8/√2 ഒരുമിച്ചോ √8/2 എന്നാക്കാം. √4 2ആണ്. അപ്പോൾ അതിൻ്റെ ഉത്തരം 2ആണ്. സോ അവിടെ 2 എന്ന് എഴുതി. അപ്പോൾ എനിക്ക് മനസ്സിലായി വശങ്ങളുടെ റേഷ്യോ 1:√3:2 ആണ്. ഇനി നിങ്ങൾ കാണാതെ പഠിക്കണം. ഒരു മട്ടത്രികോണമായിരിക്കും, റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന് ഇങ്ങനെ വരത്തുള്ളൂ കേട്ടോ. ഒരു മട്ടത്രികോണത്തിൻ്റെ വശങ്ങൾ 1:√3:2 എന്ന റേഷ്യോയിലാണെങ്കിൽ അവയ്ക്കെതിരെയുള്ള കോണുകൾ 30 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രി വീതമായിരിക്കും. 30 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രി വീതമായിരിക്കും. അപ്പോൾ എന്താ നോട്ടൊന്ന് കേട്ട്. ഒരു മട്ടത്രികോണത്തിൽ അല്ലെങ്കിൽ ഒരു ത്രികോണത്തിൻ്റെ വശങ്ങൾ 1:√3:2 എന്ന റേഷ്യോയിൽ അനുപാതത്തിലാണെങ്കിൽ അവയ്ക്കെതിരെയുള്ള കോണുകൾ 30 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രി വീതമായിരിക്കും. ഇത് നോട്ടായിട്ട് എഴുതി വെച്ചോണം കേട്ടോ. അപ്പോൾ ഒരു ത്രികോണത്തിൻ്റെ വശങ്ങൾ 1:√3:2 എന്ന അനുപാതത്തിലാണെങ്കിൽ അവയ്ക്കെതിരെയുള്ള കോണുകൾ 30 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രി വീതമായിരിക്കും. ഓക്കെ, അപ്പം നമുക്കറിയാം ഈ ത്രികോണത്തിൻ്റെ കോണുകൾ 30 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രിയാണ്. എതിരെയുള്ള കോണുകൾ എന്നാ. അപ്പം ഇതിനെതിരെയുള്ള കോൺ 30, ഇത് 60, ഇത് 90. ശരിയല്ലേ? അപ്പം ചെറിയ കോണിൻ്റെ അളവ് ചോദിച്ചാൽ ചെറിയ കോൺ ഏതാ മക്കളെ? ചെറിയ കോണിൻ്റെ അളവ് എന്ന് പറഞ്ഞാൽ 30 ഡിഗ്രി അല്ലേ? ഓപ്ഷൻ സി ആണ് നമുക്ക് ഉത്തരവായിട്ട് വരുന്നത്. ഓപ്ഷൻ സി ആണ് കറക്റ്റ്. ടെക്നിക്ക് മനസ്സിലായോ? ഓക്കെ, ഇത് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് എക്സാമിന് വന്ന ചോദ്യമാണ്. ഓക്കെ, അപ്പം ഇവിടെ നമ്മൾ പഠിക്കേണ്ട റൂള് അല്ലെങ്കിൽ നിയമം എന്താ? ത്രികോണവുമായി ബന്ധപ്പെട്ട ഒരു നിയമമാണ്. നിയമം ഇതാണ്. എന്താ നമ്മൾ പറഞ്ഞേ? ഒരു ത്രികോണത്തിൻ്റെ വശം അല്ലെങ്കിൽ വശങ്ങൾ 1:√3:2 എന്ന റേഷ്യോയിലാണെങ്കിൽ അവയ്ക്കെതിരെയുള്ള കോണുകൾ 30 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രി വീതമായിരിക്കും. നോട്ടായിട്ട് പഠിച്ചു വെച്ചോണം. ഇനി ഇതിൻ്റെ കൂടെ ഒരു അഡീഷണൽ പോയിന്റ്സും കൂടെ പറയാം ഞാൻ. ഒരു ത്രികോണത്തിൻ്റെ വശങ്ങൾ 1:1:√2 എന്ന അംശബന്ധത്തിലാണെങ്കിൽ അവയ്ക്കെതിരെയുള്ള വശങ്ങൾ 45 ഡിഗ്രി, 45 ഡിഗ്രി, 90 ഡിഗ്രി വീതമായിരിക്കും. ഇതും കൂടെ പഠിച്ചു വെച്ചോട്ടോ. ഒരു ത്രികോണത്തിൻ്റെ വശങ്ങൾ 1:1:√2 എന്ന അംശബന്ധത്തിലാണെങ്കിൽ അവയ്ക്കെതിരെയുള്ള കോണുകൾ 45 ഡിഗ്രി, 45 ഡിഗ്രി, 90 ഡിഗ്രി വീതമായിരിക്കുകയും ചെയ്യും കേട്ടോ. ഇനി ഇവിടെ ഈ കണക്കിൽ മക്കളെ √2ഉം √6ഉം √8ഉം ആണെന്നാണ് പറഞ്ഞിരിക്കുന്ന വശങ്ങൾ. ഞാൻ അതിൻ്റെ റേഷ്യോ എടുക്കുക. റേഷ്യോ എടുക്കുമ്പം ഇതിനെല്ലാം √2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അതെങ്ങനെ മനസ്സിലായെന്ന് ചോദിച്ചാൽ √2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അതിൽ കോമൺ ആയിട്ടുള്ളത് √2 ആണ് കേട്ടോ. സോ √2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം √2/√2 1 വരും. ഇത് 1 ആയിട്ട് മാറും. √6/√2 എന്ന് പറഞ്ഞാൽ √3 ആയിട്ട് മാറും. √8/√2 എന്ന് പറഞ്ഞാൽ 2 ആയിട്ട് മാറും. അപ്പോൾ വശങ്ങൾ 1:√3:2 എന്ന റേഷ്യോയിലാണെന്ന് മനസ്സിലായി. അപ്പോൾ നമ്മൾ ആ പഠിച്ച നിയമം യൂസ് ചെയ്യണം. വശങ്ങൾ 1:√3:2 എന്ന റേഷ്യോയിലാണെങ്കിൽ അവയ്ക്കെതിരെയുള്ള കോണുകൾ 30 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രി വീതമായിരിക്കും. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്നെക്കൊണ്ടും പറ്റുന്നതിന് പരമാവധി ഞാൻ എക്സ്പ്ലനേഷൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. വശങ്ങളുടെ എണ്ണവും വികർണങ്ങളുടെ എണ്ണവും തുല്യമായ ബഹുഭുജം ഏതാണ്? ഇതാണ് ചോദ്യം. വശങ്ങളുടെ എണ്ണവും വികർണങ്ങളുടെ എണ്ണവും തുല്യമായ ബഹുഭുജം. ബഹുഭുജം എന്ന് പറഞ്ഞാൽ എന്താണ് ബഹുഭുജം എന്ന് പറഞ്ഞാൽ? ബഹുഭുജം എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ മകളെ. ഇംഗ്ലീഷിൽ നമ്മൾ പോളിഗൺ എന്ന് പറയും. പോളിഗൺ, ബഹുഭുജം അല്ലെങ്കിൽ പോളിഗൺ എന്ന് പറയും. അതായത് 3 അതിൽ കൂടുതലോ വശങ്ങളുള്ള രൂപങ്ങളെ കോമൺ ആയിട്ട് പറയുന്ന പേരാണ് ബഹുഭുജങ്ങൾ. എന്താണ് ബഹുഭുജങ്ങൾ എന്ന് പറഞ്ഞാൽ? 3 അതിൽ കൂടുതലോ വശങ്ങളുള്ള രൂപങ്ങളെ കോമൺ ആയിട്ട് പറയുന്ന പേരാണ് എന്ത്? ബഹുഭുജങ്ങൾ. അപ്പോൾ ത്രികോണം എന്ന് പറഞ്ഞാൽ 3 വശമുണ്ട്. അപ്പോൾ അതൊരു ബഹുഭുജമാണ്. ഇനി 4 വശങ്ങളുള്ള രൂപങ്ങളാണ് ചതുർഭുജങ്ങൾ. അത് ബഹുഭുജങ്ങളാണ്. 5 വശമുള്ള രൂപങ്ങളെയാണ് നമ്മൾ പഞ്ചഭുജം, പെൻറ്റഗൺ എന്ന് വിളിക്കുന്നത്. അതൊരു ബഹുഭുജമാണ്. 6 വശങ്ങളുള്ള രൂപങ്ങളെയാണ് നമ്മൾ ഷഡ്ഭുജം എന്ന് വിളിക്കുന്നത്. ഷഡ്ഭുജം അല്ലേ?
സോ അതായത് ഹെക്സഗൺ എന്ന് വിളിക്കുന്നത് അതും ഒരു ബഹുഭുജമാണ്. അപ്പം 3 അതിൽ കൂടുതലോ വശങ്ങളുള്ള രൂപങ്ങളാണ് ബഹുഭുജങ്ങൾ. ഇനി അവിടെ ഈ ചോദ്യത്തിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ഒരു ബഹുഭുജത്തിൻ്റെ വികർണങ്ങളുടെ എണ്ണം കാണാൻ n-n-3/2 എന്നതാണ് ഇക്വേഷൻ കേട്ടോ. വികർണങ്ങൾ എന്ന് പറഞ്ഞാൽ ഡയഗണൽസ്. ഒരു പോളിഗണിൻ്റെ ഒരു ബഹുഭുജത്തിൻ്റെ വികർണങ്ങളുടെ എണ്ണം കാണാൻ ഇക്വേഷൻ n×n-3/2 ആണ് കേട്ടോ. n×n-3/2. ഇനി ഇവിടെ ചോദ്യം ഇതാണ്, വശങ്ങളുടെ എണ്ണവും ബഹുഭുജങ്ങളുടെ എണ്ണവും തുല്യമായത് ഏതിലാണെന്ന് അല്ലേ. ഉത്തരം പഞ്ചഭുജം മക്കളെ. പഞ്ചഭുജം എന്ന് പറഞ്ഞാൽ പഞ്ചപാണ്ഡവന്മാർ, 5 വശങ്ങളുള്ള രൂപങ്ങളാണ് പഞ്ചഭുജങ്ങൾ. പെൻഡഗൺ ഇംഗ്ലീഷ് കേട്ടോ. പഞ്ചഭുജത്തിൻ്റെ വശങ്ങളുടെ എണ്ണം 5ആണ്. അപ്പോൾ വശങ്ങളുടെ എണ്ണത്തെ നമ്മൾ എന്നുകൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ പഞ്ചഭുജത്തിന് 5 വശങ്ങളുണ്ടെന്ന് നമുക്കറിയാം. ആണോ? ഈ പഞ്ചഭുജത്തിൻ്റെ വികർണങ്ങളുടെ എണ്ണം ഒന്ന് കണ്ടുപിടിച്ചാലോ? പഞ്ചഭുജത്തിൻ്റെ വികർണങ്ങളുടെ എണ്ണം കാണാൻ n×n-3/2 എന്ന ഇക്വേഷൻ യൂസ് ചെയ്യാം. ആണോ? അപ്പോൾ എന്നാണ് വശങ്ങളുടെ എണ്ണം. 5×n-3 2/2 എന്ന് വരും, ഈക്വൽ ടു നമുക്ക് 5 കിട്ടും. അപ്പോൾ എനിക്ക് മനസ്സിലായി പഞ്ചഭുജത്തിന് 5 വശങ്ങളും ഉണ്ട്, പഞ്ചഭുജത്തിന് 5 വികർണങ്ങളും ഉണ്ട്. ക്ലിയർ ആണല്ലോ. അപ്പോൾ വശങ്ങളുടെ എണ്ണവും വികർണങ്ങളുടെ എണ്ണവും തുല്യമായ ബഹുഭുജം എന്ന് പറയുന്നത് പഞ്ചഭുജമാണ്, പെൻഡഗൺ ആണ്. ക്ലിയർ അല്ലേ? അപ്പോൾ ഈ ചോദ്യത്തിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ, എന്താണ് ബഹുഭുജം എന്ന് ഞാൻ പറഞ്ഞു അല്ലേ. എന്താ ബഹുഭുജത്തിൻ്റെ ഡെഫിനിഷൻ? 3 അതിൽ കൂടുതലോ വശങ്ങളുള്ള രൂപങ്ങളെ കോമൺ ആയിട്ട് വിളിക്കുന്ന പേരാണ് ബഹുഭുജങ്ങൾ. ആണോ? 3 വശങ്ങളുള്ള ബഹുഭുജങ്ങളെ നമ്മൾ ഒരു കോമൺ പേര് വിളിക്കും ത്രികോണങ്ങൾ. 4 വശങ്ങളുള്ള ബഹുഭുജങ്ങളെ നമ്മൾ കോമൺ ആയിട്ട് വിളിക്കും ചതുർഭുജങ്ങൾ, ക്വാഡ്രിലാറ്ററൽസ്. 5 വശങ്ങളുള്ള ബഹുഭുജങ്ങളെ നമ്മൾ വിളിക്കും പഞ്ചഭുജം. 6 വശമുള്ളത് ഷഡ്ഭുജം, സപ്തഭുജം, അഷ്ടഭുജം, നവഭുജം, ദശഭുജം. ഈ പേരുകളൊക്കെ നമുക്ക് അത്യാവശ്യം പരിചയമുണ്ട് അല്ലേ. പഞ്ചപാണ്ഡവന്മാർ, പഞ്ച എന്ന് പറഞ്ഞാൽ 5 അല്ലേ. ഷഡ്ഭുജം എന്ന് പറഞ്ഞാൽ ഷഡ്പദങ്ങൾ അല്ലേ. ഇനി സപ്തഭുജം എന്ന് പറഞ്ഞാൽ സപ്തസ്വരങ്ങൾ അല്ലേ. അഷ്ടഭുജം എന്ന് പറഞ്ഞാൽ അഷ്ടദിക്കുകൾ. നവഭുജം എന്ന് പറഞ്ഞാൽ നവരസങ്ങൾ. കണ്ടോ? ദശഭുജം എന്ന് പറഞ്ഞാൽ ദശാവതാരം അല്ലേ. അപ്പോൾ നമുക്ക് പരിചയമുള്ള വാക്കുകളൊക്കെ തന്നെയാണ് ഇത് അല്ലേ. അപ്പോൾ അതാണ് ഈ എണ്ണത്തെ സൂചിപ്പിക്കുന്നത്. പെൻറ്റഗൺ, ഹെക്സഗൺ, ഹെപ്റ്റഗൺ, ഒക്ടഗൺ, നണ്ണഗൺ, ദെൻ ഡെക്കഗൺ കേട്ടോ. അതാണ് ഈ 10 വരെ വശങ്ങളുള്ള രൂപങ്ങളുടെ പേരുകൾ. ശരി, അപ്പോൾ വികരണത്തിൻ്റെ എണ്ണം കാണാൻ, ഏതൊരു ബഹുഭുജത്തിൻ്റെ വികരണത്തിൻ്റെ എണ്ണം കാണാൻ ഇക്വേഷൻ n×n-3/2 ആണ്. പഠിച്ചോണം, മനസ്സിലാക്കിക്കോണം. മുന്നോട്ട് പോവാം. നമ്മുടെ മൂന്നാമത്തെ ചോദ്യം, ഒരു സമപാർശ്വ ത്രികോണം എന്ന് പറഞ്ഞാൽ ഐസോസെലസ് ട്രയാങ്കിൾ. ഒരു സമപാർശ്വ ത്രികോണത്തിൻ്റെ 2 വശങ്ങൾ 4 സെൻറ്റിമീറ്റർ 8 സെൻറ്റിമീറ്റർ എങ്കിൽ അതിൻ്റെ ചുറ്റളവ് എത്രയാണ്? മക്കളെ, സമപാർശ്വ ത്രികോണത്തിൻ്റെ പ്രത്യേകത എന്താ? സമപാർശ്വ ത്രികോണത്തിൻ്റെ പ്രത്യേകത 2 വശങ്ങൾക്ക് ഒരേ നീളമുള്ള ത്രികോണങ്ങളെയാണ് നമ്മൾ സമപാർശ്വ ത്രികോണങ്ങൾ എന്ന് പറയുന്നത്. ഒരു ത്രികോണത്തിൻ്റെ 2 വശങ്ങൾക്ക് ഒരേ നീളം, അവയ്ക്കെതിരെയുള്ള കോണുകളും തുല്യം. അതാണ് സമപാർശ്വ ത്രികോണങ്ങൾ പ്രത്യേകത കേട്ടോ. അതായത് ഈ ത്രികോണത്തിൻ്റെ ഈ വശത്തിൻ്റെയും നീളങ്ങൾ തുല്യമാവണം, അവയ്ക്കെതിരെയുള്ള ഈ കോണും തുല്യമാവണം. അങ്ങനെ 2 വശങ്ങളും 2 കോണുകളും തുല്യമായ ത്രികോണങ്ങളാണ് സമപാർശ്വ ത്രികോണങ്ങൾ. പാർശ്വവക്കുകൾ സമം, സമപാർശ്വ ത്രികോണങ്ങൾ അല്ലെങ്കിൽ ഐസോസെലസ് ട്രയാങ്കിൾസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു സമപാർശ്വ ത്രികോണത്തിൻ്റെ 2 വശങ്ങളിലെ നീളങ്ങൾ തന്നിട്ടുണ്ട്. ആകെ 3 വശങ്ങളുണ്ടെന്ന് നമുക്കറിയാം. അതിൽ 2 വശങ്ങളിലെ നീളം തന്നിട്ടുണ്ട്. ഒന്ന് 4ഉം ഒന്ന് 8ഉം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ അതിൻ്റെ ചുറ്റളവ് കാണാനാ ചോദ്യം. ഇതൊരുമാതിരി ചതിയായിപ്പോയി. 3 വശങ്ങളുള്ളതിൽ 2 വശമല്ലേ തന്നിട്ടുള്ളൂ, 3ാമത്തെ വശം അറിയില്ലല്ലോ. ഓക്കെ, ഇനി ചുറ്റളവ് കാണാനാണ് ചോദിച്ചേക്കുന്നത്. നമുക്കറിയാം സമപാർശ്വ ത്രികോണത്തിൻ്റെ പ്രത്യേകത എന്താ? 2 വശങ്ങൾക്ക് ഒരേ നീളം വരണം. 3ാമത്തെ വശത്തിന് വേറൊരു നീളമായിരിക്കും.
അപ്പം വശങ്ങൾ 4 8 പറഞ്ഞാൽ ഒരു പോസിബിലിറ്റി ഉള്ളത് എന്താ? അതായത് ഈ തുല്യ വശങ്ങൾ രണ്ടും 4 ആവാം, തുല്യമല്ലാത്ത വശം 8 ആവാം. ഇതൊരു പോസിബിലിറ്റി. അല്ലെങ്കിൽ തുല്യ വശങ്ങൾ രണ്ടും 8 ആവാം, തുല്യമല്ലാത്ത വശം 4 ആവാം. ഇത് അടുത്ത പോസിബിലിറ്റി. അല്ല, ഇങ്ങനെ ഒരു സംശയം തോന്നാം. അതായത് രണ്ട് വശങ്ങൾ തുല്യവും ഒരു വശം ഡിഫറൻറ്റുമാണ്. ഇനി സമപാർശ്വ ത്രികോണത്തിൻ്റെ പ്രത്യേകത നമുക്കറിയാം. രണ്ട് വശം തുല്യം, ഒരു വശം ഡിഫറൻ്റ് ആണ്. ഇവിടെ സമപാർശ്വ ത്രികോണത്തിൻ്റെ വശങ്ങൾ എന്ന് പറഞ്ഞിട്ട് ആകെ അവർ തന്നേക്കുന്നത് 4 8 ഈ 4 8 വെച്ച് നമ്മളെങ്ങനെ രണ്ട് വശമല്ലേ അറിയത്തുള്ളൂ, മൂന്നാമത്തെ വശം അറിയത്തില്ലല്ലോ. അപ്പം പ്രത്യേകത രണ്ട് വശങ്ങൾക്ക് തുല്യ നീളമായതുകൊണ്ട് ചിലപ്പോൾ രണ്ട് വശങ്ങൾ ഒന്നെങ്കിൽ 4 4 ആവാം, അല്ലെങ്കിൽ രണ്ട് വശങ്ങൾ തുല്യമായ വശങ്ങൾ 8 8 ആവാം. ഇനി ഇതിലേതാ എടുക്കുന്നതെന്ന് എങ്ങനെ മനസ്സിലാവും മക്കളെ? ഈ ഒന്നാമത്തേത് എടുക്കാൻ പറ്റത്തില്ല. എന്താ കാരണം? അവിടെ വേറൊരു സംഭവമുണ്ട്. നമ്മൾ ത്രികോണങ്ങൾ പഠിക്കുമ്പം ഇങ്ങനൊരു പ്രത്യേകത പഠിക്കാറുണ്ട്. ഒരു ത്രികോണത്തിൻ്റെ വശങ്ങളാകാൻ സാധ്യതയുള്ളത് എങ്ങനെ തിരിച്ചറിയും? ഇങ്ങനൊരു റൂളുണ്ട്. അപ്പോൾ സൈഡിൽ എഴുതി വെച്ചോണം റൂള്. ഒരു ത്രികോണത്തിൻ്റെ ചെറിയ രണ്ട് വശങ്ങളുടെ തുക എപ്പോഴും വലിയ വശത്തേക്കാൾ കൂടുതലായിരിക്കണം എന്നൊരു നിയമമുണ്ട്. എന്താ നിയമം? സൈഡിൽ എഴുതിക്കോണേ. ഒരു ത്രികോണത്തിൻ്റെ വശങ്ങളാകണമെങ്കിൽ ചെറിയ രണ്ട് വശങ്ങളുടെ തുക എപ്പോഴും വലിയ വശത്തേക്കാൾ കൂടുതലായിരിക്കും. അതാണ് നിയമം. ചെറിയ രണ്ട് വശങ്ങളുടെ തുക വലിയ വശത്തേക്കാൾ കൂടുതലായിരിക്കും. ഇവിടെ ഈ ആദ്യത്തെ കേസിൽ ചെറിയ രണ്ട് വശങ്ങൾ 4 4 അല്ലേ? ചെറിയ രണ്ട് വശങ്ങളുടെ തുക 8 അല്ലേ? അത് വലിയ വശത്തേക്കാൾ കൂടുതലല്ല. വലിയ വശം 8 തന്നെയല്ലേ? അപ്പോൾ ത്രികോണത്തിന് വശങ്ങളാവണമെങ്കിൽ ചെറിയ രണ്ട് വശങ്ങളുടെ തുക എപ്പോഴും വലിയ വശത്തേക്കാൾ കൂടുതലായിരിക്കണം. ഈ കേസിൽ ചെറിയ രണ്ട് വശങ്ങൾ, ഒരു വശം 8 4, അടുത്ത വശം 8 ആയിട്ട് എടുക്കാം. കാരണം ചെറിയ രണ്ട് വശം എടുക്കണമെങ്കിൽ ഇങ്ങനെയല്ലേ പറ്റത്തുള്ളൂ. ചെറിയ രണ്ട് വശങ്ങളുടെ തുക എന്ന് പറയുമ്പം അത് വലിയ വശത്തേക്കാൾ കൂടുതലാണെന്ന് പറയാൻ പറ്റും. ക്ലിയർ ആണല്ലോ? ഓക്കെ, അതുകൊണ്ട് രണ്ടാമത്തെ സാഹചര്യമാണ് എടുക്കേണ്ടത്. ഇതിൻ്റെ ചുറ്റളവ് ചോദിച്ചാൽ എല്ലാം കൂട്ടിയാൽ പോരെ? ചുറ്റളവ് ചോദിച്ചാൽ ചുറ്റുമുള്ള നീളമാണ്. 8 + 8 + 4 16 + 4 20 കിട്ടും മക്കളെ ആൻസർ. കണ്ടോ? ഇതാണ് നമ്മുടെ മൂന്നാമത്തേൻ്റെ ആൻസർ. മനസ്സിലായോ? എൻ്റെ എക്സ്പ്ലനേഷൻസ് ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ, പരമാവധി എക്സ്പ്ലെയിൻ ചെയ്യാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പം 4 4 8 എടുക്കാത്തതിന് റീസൺ ഞാൻ പറഞ്ഞു. ഒരു നിയമമുണ്ട്, ചെറിയ രണ്ട് വശങ്ങൾ തുക വലിയ വശത്തേക്കാൾ കൂടുതലായിരിക്കണം, എന്നാലേ ത്രികോണത്തിന് വശങ്ങളാവത്തുള്ളൂ. അതുകൊണ്ട് അത് എടുക്കാൻ പറ്റില്ല. അപ്പോൾ പിന്നെ എടുക്കാൻ പറ്റുന്ന 8 8 4 എന്നുള്ളതാണ്. അവിടെ ചെറിയ രണ്ട് വശങ്ങൾ എന്നുള്ളത് ഒരെണ്ണം 4, മറ്റേത് 8 എടുക്കാതെ വേറെ മാർഗ്ഗമില്ലല്ലോ. തുക 12, വലിയ വശം 8 തന്നെ എടുക്കാം. 8 കൂടുതലാണ്. ചെറിയ രണ്ട് വശങ്ങൾ തുക വലിയ വശത്തേക്കാൾ കൂടുതൽ, അതുകൊണ്ട് അതേ വരത്തുള്ളൂ. ഇനി അവിടെ ചുറ്റളവ് കാണാൻ ചുറ്റുമുള്ള നീളമാണ് അല്ലേ? 8 8 4 കൂട്ടുന്നതാണ് ചുറ്റളവ്. നമുക്ക് 20 എന്ന് കിട്ടും. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതൊക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 15 മീറ്റർ നീളമുള്ള ഒരു ഏണി ഒരു ഭിത്തിയിൽ ചാരി വെച്ചിരിക്കുന്നു. ഓക്കെ, അപ്പോൾ അതങ്ങ് വരച്ചേക്കാം നമുക്ക്. ഇതാണ് നമ്മുടെ നിലം, ഇതാണ് നമ്മുടെ ഭിത്തി. ഈ ഭിത്തിയിൽ ഒരു ഏണി ചാരി വെച്ചിരിക്കുന്നു. കണ്ടോ? ഇതാണ് നമ്മുടെ ഏണി. ക്ലിയർ ആണല്ലോ? ഇതാണ് നമ്മുടെ ഏണി. ഭിത്തിയിൽ ഏണി ചാരി വെച്ചിരിക്കുന്നു. ഏണിയുടെ നീളം 15 മീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി ഏണിയുടെ ചുവട് ഭിത്തിയിൽ നിന്ന് 9 മീറ്റർ അകലെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഏണിയുടെ ചുവട് ഭിത്തിയിൽ നിന്ന് 9 മീറ്റർ അകലെയാണ്. അപ്പോൾ ഈ അകലമാണ് 9. ഇനി കണ്ടുപിടിക്കേണ്ടത് ഏണിയുടെ മുകളറ്റം നിലത്തു നിന്നും എന്തുയരത്തിലാണ്. അതായത് നിലത്തു നിന്ന് എന്ത് ഉയരത്തിലാണ് ഏണിയുടെ മുകളറ്റം എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം ഈ ഹൈറ്റാണ് ആക്ച്വലി കണ്ടുപിടിക്കേണ്ടത്. കണ്ടോ? അതായത് എന്തുയരത്തിലാണ് ഏണിയുടെ മുകളറ്റം സ്ഥിതി ചെയ്യുന്നതെന്ന്. അപ്പോൾ ഈ ഉയരമാണ് കണ്ടുപിടിക്കേണ്ടത്. മക്കളെ, ഇവിടെ ഒരു മട്ടത്രികോണം വന്നില്ലേ? ഇതൊരു മട്ടത്രികോണമല്ലേ? മട്ടത്രികോണത്തിൻ്റെ കർണം ഹൈപ്പോടെന്യൂസ് അല്ലേ ഇത്? പാദമല്ലേ ഇത്? ലംബം കാണാനല്ലേ ചോദ്യം? ആണല്ലോ, ആണ്. എന്താ ലംബം കാണാനുള്ള ഇക്വേഷൻ? ലംബം കാണാൻ, ഓൾട്ടിറ്റ്യൂഡ് കാണാൻ √ഓഫ് കർണം സ്ക്വയർ മൈനസ് പാദം സ്ക്വയർ അല്ലേ മക്കളെ? √ഓഫ് കർണം സ്ക്വയർ മൈനസ് പാദം സ്ക്വയർ അല്ലേ? അപ്പം ഇവിടെ നമ്മൾ അങ്ങനെ ചെയ്യുവാണെങ്കിൽ √ഓഫ് കർണം സ്ക്വയർ 15ൻ്റെ സ്ക്വയർ എത്രയാ? 225 മൈനസ് പാദം സ്ക്വയർ 9ൻ്റെ സ്ക്വയർ 81 അല്ലേ? സോ √ഓഫ് എത്ര കിട്ടും? 144 എന്ന് വരും. √144 12 കിട്ടും. സോ ഈ വശം 12 ആണെന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ്
ലംബം കണ്ടുപിടിക്കുന്നേ, ഓൾട്ടിറ്റ്യൂഡ് കണ്ടുപിടിക്കുന്നേ റൂട്ട് ഓഫ് ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ മൈനസ് ബേസിൻ്റെ സ്ക്വയർ അല്ലേ? ഓക്കെ, അപ്പം ലംബം ഈസിക്കൽ റൂട്ട് ഓഫ് കർണം സ്ക്വയർ മൈനസ് പാദം സ്ക്വയർ ആണ്. അപ്പോൾ കർണം 15, കർണത്തിൻ്റെ സ്ക്വയർ 225, പാദം എന്ന് പറഞ്ഞാൽ 9, 9ന് സ്ക്വയർ 81, കുറയ്ക്കുമ്പോൾ 144 കിട്ടും. റൂട്ട് 144 12ആണ്. ഉത്തരം 12ആണ്. ഇനി നിങ്ങൾ ഇങ്ങനെ ചെയ്തെടുക്കണം എന്നില്ല മക്കളെ. ആക്ച്വലി നിങ്ങളൊന്ന് പഠിച്ചു വെച്ചോണേ. 3:4:5 ഈ റേഷ്യോയിൽ വരുന്ന വശങ്ങളെല്ലാം മട്ടത്രികോണത്തിൻ്റെ വശങ്ങളായിരിക്കും. ഏത് റേഷ്യോയിലാണ്? 3:4:5 എന്ന റേഷ്യോയിൽ വരുന്ന വശങ്ങളെല്ലാം മട്ടത്രികോണത്തിൻ്റെ വശങ്ങളായിരിക്കും. ഓക്കെ, അതായത് ഒരു ത്രികോണത്തിൻ്റെ വശങ്ങൾ 3:4:5 എന്ന റേഷ്യോയിലാണെങ്കിൽ, ഉദാഹരണം മക്കളെ 3 സെൻറ്റിമീറ്റർ, 4 സെൻറ്റിമീറ്റർ, 5 സെൻറ്റിമീറ്റർ ആണ് ത്രികോണത്തിൻ്റെ വശങ്ങളെങ്കിൽ അത് 3:4:5 എന്ന റേഷ്യോയിലല്ലേ? അപ്പോൾ അത് മട്ടത്രികോണത്തിൻ്റെ വശമാണ്. ഇനി 6, 8, 10 ആണെങ്കിൽ അത് 3:4:5 എന്ന റേഷ്യോയിലല്ലേ? ആണ്. അതുപോലെ 9, 12, 15 എന്ന റേഷ്യോയിലാണെങ്കിൽ അത് 3:4:5 അല്ലേ? 12, 16, 20 എന്ന റേഷ്യോയിലാണെങ്കിൽ അത് 3:4:5 അല്ലേ? 15, 20, 25 ഈ റേഷ്യോയിലാണെങ്കിൽ, സോറി ഇതാണ് വശങ്ങളെങ്കിൽ അത് 3:4:5 എന്ന റേഷ്യോയിലല്ലേ? കണ്ടോ? അപ്പോൾ ഇതെല്ലാം മട്ടത്രികോണത്തിൻ്റെ വശങ്ങളായിരിക്കും. 2:3:4 എന്ന 3:4:5 എന്ന റേഷ്യോയിൽ വരുന്ന വശങ്ങളെല്ലാം മട്ടത്രികോണത്തിന് വശങ്ങളായിരിക്കും. അപ്പം 3ഉം 4ഉം 5ഉം മട്ടത്രികോണത്തിന് വശങ്ങളാണ്. 6ഉം 8ഉം 10ഉം മട്ടത്രികോണത്തിന് വശങ്ങളാണ്. 9ഉം 12ഉം 15ഉം മട്ടത്രികോണത്തിന് വശങ്ങളാണ്. 12ഉം 16ഉം 20ഉം മട്ടത്രികോണത്തിന് വശങ്ങളാണ്. 15ഉം 20ഉം 25ഉം മട്ടത്രികോണത്തിന് വശങ്ങളാണ്. അതൊന്ന് ഓർത്ത് വെക്കുക നിങ്ങൾ കേട്ടോ. അതിൻ്റെ എല്ലാം റേഷ്യോ 3:4:5 ആണ്. നമുക്കിത് ഈ ചാപ്റ്ററിലല്ല, ഇനി പല ചാപ്റ്റർ, ഇപ്പം പ്രത്യേകിച്ച് ഡയറക്ഷൻ്റെ കണക്കുകളൊക്കെ ചെയ്യുമ്പോൾ ഇത് ആവശ്യമുണ്ട്. ഇതൊരു സ്ഥലത്തല്ല, പല സ്ഥലത്ത് ആവശ്യമുണ്ട്. അതുകൊണ്ട് ഇതൊന്ന് ഓർത്ത് വെക്കുക കേട്ടോ. അപ്പോൾ 3:4:5 എന്ന റേഷ്യോയിൽ വരുന്ന വശങ്ങളെല്ലാം മട്ടത്രികോണത്തിൻ്റെ വശങ്ങളാണ്. അപ്പോൾ ഏതൊക്കെ വരാം? 3ഉം 4ഉം 5ഉം വരാം. 6ഉം 8ഉം 10ഉം വരാം. 9ഉം 12ഉം 15ഉം വരാം. 12ഉം 16ഉം 20ഉം വരാം. 15ഉം 20ഉം 25ഉം വരാം. അങ്ങനെ ഇതെല്ലാം മട്ടത്രികോണത്തിൻ്റെ സൈഡ്സാണ്. ഇനി ഇത് കൂടാതെ നിങ്ങൾ അഡീഷണലായിട്ട് ഇതും കൂടെ പഠിച്ചു വെക്കുക മക്കളെ. 5, 12, 13 മട്ടത്രികോണത്തിൻ്റെ വശങ്ങളാണ്. 8, 15, 17 മട്ടത്രികോണത്തിൻ്റെ വശങ്ങളാണ്. അതുപോലെ 7, 24, 25 മട്ടത്രികോണത്തിൻ്റെ വശങ്ങളാണ്. ഇത് അഡീഷണലായിട്ട് പഠിച്ചു വെക്കണം, മസ്റ്റായിട്ട് പഠിക്കണം കേട്ടോ. മട്ടത്രികോണത്തിൻ്റെ വശങ്ങളായിട്ട് വരുന്നത് നമുക്ക് ഇക്വേഷനിലേക്കൊക്കെ കൊടുത്ത് ചെയ്യാനൊന്നും സമയമില്ല. അപ്പം ഏതൊക്കെയാ? 5, 12, 13, 8, 15, 17, അതുപോലെ 7, 24, 25 ഇതെല്ലാം മട്ടത്രികോണത്തിൻ്റെ വശങ്ങളാണ് കേട്ടോ. അപ്പോൾ ഒന്നുകൂടെ പറയാം, വീണ്ടും പറയാം, പഠിച്ചോ. അതായത് 3:4:5 എന്ന റേഷ്യോയിൽ വരുന്ന വശങ്ങളെല്ലാം റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾസിൻ്റെ സൈഡ്സ് വശങ്ങളായിരിക്കും, മട്ടത്രികോണത്തിൻ്റെ വശങ്ങളായിരിക്കും. അപ്പോൾ അതിൽ 3ഉം 4ഉം 5ഉം വരാം. 6ഉം 8ഉം 10ഉം വരാം. 9ഉം 12ഉം 15ഉം വരാം. 12ഉം 16ഉം ഇതെല്ലാം വെട്ടിച്ചെറുതാക്കുമ്പോൾ 3:4:5 കിട്ടുന്നേ. ആ റേഷ്യോയിലാണെങ്കിൽ അത് മട്ടത്രികോണത്തിൻ്റെ വശങ്ങളാണ്. ഇനി ഇതിൽ പെടാത്ത 3 എണ്ണം ഉണ്ട്. അത് ഏതൊക്കെയാ? 5, 12, 13, 8, 15, 17, 7, 24, 25 പഠിച്ചു വെച്ചോണം കേട്ടോ. ശരി, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാം. അടുത്ത ചോദ്യം, ഒരു ത്രികോണത്തിൻ്റെ വശങ്ങൾ ദേ കിടക്കുന്നു. 7, 25, 24 ആയാൽ അതിൻ്റെ പരപ്പളവ്. മക്കളെ ഇത് കണ്ടപ്പോഴേ നമുക്ക് സംഭവം മനസ്സിലായി, ഇത് മട്ടത്രികോണം അല്ലേ? ഞാനിപ്പോൾ പറഞ്ഞ് നിർത്തിയതല്ലേ ഉള്ളൂ. ത്രികോണത്തിൻ്റെ വശങ്ങൾ 7, 24, 25 ആണെങ്കിൽ അത് മട്ടത്രികോണത്തിൻ്റെ വശങ്ങളായിരിക്കും. തൊട്ടു മുമ്പ് ഇതുണ്ടോ? ദേ കിടക്കുന്നു. ഒരു ത്രികോണത്തിൻ്റെ വശങ്ങൾ 7, 24, 25 ആണെങ്കിൽ മട്ടത്രികോണത്തിൻ്റെ വശങ്ങളായിരിക്കും. അപ്പോൾ ഇവിടെ 7, 24, 25 എന്ന് പറഞ്ഞ് തന്നേക്കുന്ന മട്ടത്രികോണത്തിൻ്റെ വശങ്ങളാണ്, അല്ലെങ്കിൽ മട്ടത്രികോണമാണെന്ന് മനസ്സിലായി. റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. ഇതിൻ്റെ ഏരിയയുടെ ഇക്വേഷൻ എന്താ? ഒരു മട്ടത്രികോണത്തിൻ്റെ ഏരിയ അല്ലെങ്കിൽ വിസ്തീർണം എന്ന് പറഞ്ഞാൽ
ഹാഫ് ബി എച്ച് ആണ് ഇക്വേഷൻ മക്കളെ. ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. ഇവിടെ ഹാഫ് ഇൻറ്റു ബേസ് എത്രയാ 7, ഹൈറ്റ് എത്രയാ 24 ആണോ? ഇതും കൂടെ വെട്ടിക്കളയാം. 12, 7 ഇൻറ്റു 12 84 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് മക്കളെ നമ്മുടെ ഉത്തരം. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. അപ്പോൾ എന്ത് മനസ്സിലാക്കണം? 7ഉം 24ഉം 25ഉം ഒരു ത്രികോണത്തിൻ്റെ സൈഡായിട്ട് തന്നാൽ അത് മട്ടത്രികോണമാണെന്ന് മനസ്സിലാക്കണം. വേറെ ഒന്നുമില്ല അല്ലേ? മട്ടത്രികോണത്തിൻ്റെ ഏരിയ, ത്രികോണത്തിൻ്റെ ഏരിയയ്ക്ക് നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന ഇക്വേഷൻ ഏതാ? ഒരു ത്രികോണത്തിൻ്റെ ഏരിയ എന്ന് പറയുമ്പോൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഇക്വേഷൻ ഹാഫ് ബി എച്ച്. ആ ഇക്വേഷൻ തന്നെയാണ് മട്ടത്രികോണത്തിൻ്റെ ഏരിയയ്ക്കും യൂസ് ചെയ്യുന്നത്. ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. ബേസ് 7ഉം ഹൈറ്റ് 24 അല്ലേ? അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയാലൊന്നും കുഴപ്പമില്ല. സോ ആൻസർ 84 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ഇന്നത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇത് കുറച്ച് കൈവിട്ട ഒരു ചോദ്യമാണ്. ശ്രദ്ധിച്ച് കേട്ടോണം. ഞാൻ പരമാവധി പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കാം. നമുക്ക് നോക്കാം. 220 സ്ക്വയർ ഫീറ്റ് വ്യാപ്തിയുള്ള ഒരു തറയിൽ, വ്യാപ്തമല്ല വ്യാപ്തിയാണ്, ഒരു തറയിൽ ടൈൽസ് ഇടുന്നതിനായി 2x2 ഫീറ്റും 4x2 ഫീറ്റും വിസ്തീർണമുള്ള ടൈൽസ് ലഭ്യമാണ്. അതായത് 2x2ഉം 4x2. ഈ ടൈൽസിൻ്റെ വില 50 രൂപയും 80 രൂപയുമാണ്. അങ്ങനെയെങ്കിൽ ആ തറയിൽ ടൈൽ പതിപ്പിക്കാനുള്ള ഏറ്റവും കുറഞ്ഞ ചിലവ് എത്രയാകും? അല്ലേ? കുറഞ്ഞ ചിലവ്, അതായത് ചിലവ് ചുരുക്കി ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കാം. ഒരു തറയുണ്ട്. ഓക്കെ, ആ തറയുടെ ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട് അവരെ. ഓക്കെ, അതായത് ഒരു തറയുണ്ട്. ആ തറയുടെ അളവുകൾ എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? 220 സ്ക്വയർ ഫീറ്റ് ആണ്. സ്ക്വയർ ഫീറ്റ് എന്ന് പറഞ്ഞാൽ വിസ്തീർണത്തിൻ്റെ ഒരു യൂണിറ്റ് ആണ് കേട്ടോ. ഫീറ്റിൻ്റെ സ്ക്വയറിനെയാണ് നമ്മൾ സ്ക്വയർ ഫീറ്റ് എന്ന് പറയുന്നത്. സ്ക്വയർ ഫീറ്റ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? നമ്മൾ വീടുകളിൽ, നമ്മുടെ വീടിൻ്റെ വലിപ്പം നമ്മൾ എങ്ങനെയാണ് പറയുന്നത്? 2000 സ്ക്വയർ ഫീറ്റിൻ്റെ വീട്, 5000 സ്ക്വയർ ഫീറ്റിൻ്റെ വീട്, അങ്ങനെയല്ല വീടിൻ്റെ സ്ക്വയർ ഫീറ്റിൻ്റെ വലിപ്പം പറയാറ്. അപ്പോൾ അത് വീടിൻ്റെ വിസ്തീർണമാണ് ആക്ച്വലി ആ സ്ക്വയർ ഫീറ്റ്. അപ്പം സ്ക്വയർ ഫീറ്റ് എന്ന് പറഞ്ഞാൽ ഏരിയ അല്ലെങ്കിൽ പരപ്പളവിൻ്റെ ഒരു യൂണിറ്റാണ്. കേൾക്കുന്നുണ്ടോ? നമ്മൾ മുറ്റത്ത് എന്തെങ്കിലും ഇടുന്നുണ്ടെങ്കിൽ ഒരു സ്ക്വയർ ഫീറ്റിന് ഇത്ര റേറ്റ് തരണമെന്ന് പറയും. നമ്മൾ പെയിൻ്റ് അടിക്കാരെ വിളിച്ചാൽ അവർ പറയും ഒരു സ്ക്വയർ ഫീറ്റ് പെയിൻ്റ് അടിക്കുന്നതിന് ഇത്രയാണ് റേറ്റ് എന്ന് പറയും. ടൈൽ ഇടാൻ ആളെ വിളിച്ചാൽ ഒരു സ്ക്വയർ ഫീറ്റ് ടൈൽ ചെയ്യാൻ ഇത്ര റേറ്റ് എന്ന് പറയും. അപ്പം നിത്യജീവിതത്തിൽ നമ്മൾ ഏരിയയുമായി ബന്ധപ്പെട്ട് എപ്പോഴും കേൾക്കുന്നതാണ് സ്ക്വയർ ഫീറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഫീറ്റിൻ്റെ സ്ക്വയർ. കണ്ടോ? ഫീറ്റിൻ്റെ സ്ക്വയർ. ഫീറ്റ് എന്ന് പറഞ്ഞാൽ അടിയുടെ ചതുരശ്ര അടി എന്ന് അതിൻ്റെ മലയാളം. സ്ക്വയർ ഫീറ്റിൻ്റെ മലയാളമാണ് ചതുരശ്ര അടി കേട്ടോ. ഫീറ്റ്, ഇതിനെയാണ് നമ്മൾ സ്ക്വയർ ഫീറ്റ് എന്ന് വായിക്കുന്നത് കേട്ടോ. കാരണം നിത്യജീവിതത്തിൽ നമ്മൾ എല്ലാ ഏരിയയും കൂടുതലും സ്ക്വയർ ഫീറ്റിലാണ് പറയാറ്. ഓക്കെ, അപ്പോൾ ഒരു തറയുണ്ട്. ആ തറയ്ക്ക് 220 സ്ക്വയർ ഫീറ്റ് വിസ്തീർണമുണ്ട്. സ്ക്വയർ ഫീറ്റ് എന്ന് പറഞ്ഞാൽ വിസ്തീർണത്തിൻ്റെ യൂണിറ്റാണ് കേട്ടോ. അപ്പം ഈ തറയുടെ വിസ്തീർണമാണ് മക്കളെ 220. അതായത് ഈ തറയുടെ ഈ അകത്തെ അളവ്, ഇതാണ് വിസ്തീർണം. ഇതാണ് 220 സ്ക്വയർ ഫീറ്റ്. ക്ലിയർ അല്ലേ? ഈ തറയുടെ അകത്തെ അളവ് 220 സ്ക്വയർ ഫീറ്റ് ആണ്. ക്ലിയർ അല്ലേ? ആണ്. ഈ തറയിൽ ടൈലിടണം. 2 തരം ടൈലുകളെ കുറിച്ച് അവർ പറയുന്നുണ്ട്. ഓക്കെ, ഒന്നാമത്തെ ടൈല് ശ്രദ്ധിച്ചേ നിങ്ങൾ. ഒന്നാമത്തെ ടൈല് 2x2ൻ്റെ ടൈലാണ്. അതായത് 2 നീളവും 2 ഫീറ്റ് നീളവും 2 ഫീറ്റ് വീതിയും. അതാണ് ഈ 2x2 എന്ന് ഉദ്ദേശിക്കുന്നത് അല്ലേ? അടുത്തത് 4x2ൻ്റെ ടൈലാണ്. അതായത് 4 നീളവും 2 വീതിയും. അപ്പോൾ ആദ്യത്തെ ടൈലിൻ്റെ പ്രത്യേകത എന്താ? 2x2 ആണ്. 2 ഫീറ്റ് നീളവും 2 അടി നീളവും 2 അടി വീതിയും. അപ്പോൾ 2 × 2 അത് 4 സ്ക്വയർ ഫീറ്റിൻ്റെ ടൈലാണെന്ന് അർത്ഥം. 4 സ്ക്വയർ ഫീറ്റിൻ്റെ ടൈല് അല്ലേ? 2 അടി നീളവും 2 അടി വീതിയാണെങ്കിൽ അതിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ എത്രയാണ്? അതിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ 4 സ്ക്വയർ ഫീറ്റ് അല്ലേ? 2 അടി നീളവും 2 അടി വീതിയുമാണെങ്കിൽ അതിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ 4 സ്ക്വയർ ഫീറ്റ്. ഓക്കെ, ഇനി രണ്ടാമത്തേത് 4 അടി നീളമുണ്ട്, അതുപോലെ 2 അടി വീതിയുണ്ട്. ആണോ? 4ഉം 2ഉമാണ്. 4ഉം 2ഉം. അപ്പോൾ അതിൻ്റെ ഏരിയ 8 സ്ക്വയർ ഫീറ്റ് അല്ലേ? ക്ലിയർ ആണോ? അപ്പോൾ 2 തരം ടൈലുകളെക്കുറിച്ച് പറയുന്നുണ്ട്. ഒന്ന് 2x2, 2 അടി നീളം 2 അടി വീതി, 2 ഫീറ്റ് നീളം 2 ഫീറ്റ് വീതി. അപ്പോൾ അതിൻ്റെ ഏരിയ 2 × 2 4 സ്ക്വയർ ഫീറ്റാണ്. അകത്തെ അളവ് 4 സ്ക്വയർ ഫീറ്റാണ്.
അടുത്തത് 4/2 ആണ്. അപ്പോൾ അതിൻ്റെ ഏരിയ 8 സ്ക്വയർ ഫീറ്റാണ്. അപ്പോൾ ഒരു ടൈല് 4 സ്ക്വയർ ഫീറ്റ് ഉള്ളതും രണ്ടാമത്തെ ടൈല് 8 സ്ക്വയർ ഫീറ്റ് ഉള്ളതുമാണ്. ഓക്കെ, ഇനി ആദ്യത്തെ ടൈലിൻ്റെ വില 50 രൂപയും രണ്ടാമത്തെ ടൈലിൻ്റെ വില 80 രൂപയുമാണ്. ഇതിലേതാ ലാഭം മക്കളെ? ഇത് ആക്ച്വലി 4 സ്ക്വയർ ഫീറ്റേ ഉള്ളൂ, ഇതിന് 50 രൂപയാണ് വില. ഇത് 8 സ്ക്വയർ ഫീറ്റ് ഉണ്ട്, ഇതിന് 80 രൂപയേ വിലയുള്ളൂ. ലാഭം ഈ ടൈലിടുന്നതല്ലേ മക്കളെ? 4 സ്ക്വയർ ഫീറ്റിന് 50 ആണെങ്കിൽ ഇത്തരത്തിൽ 8 സ്ക്വയർ ഫീറ്റ് വെക്കാൻ 100 രൂപയാകും. പക്ഷേ ഇവിടെ 8 സ്ക്വയർ ഫീറ്റിന് ആകെ 80 രൂപയേ വിലയുള്ളൂ. അപ്പോൾ എനിക്ക് മനസ്സിലായി ഈ വലിയ ടൈലിടുന്നതാണ് ലാഭം. 8 സ്ക്വയർ ഫീറ്റിൻ്റെ ടൈലിടുന്നതാണ് ലാഭം, കാരണം അതിന് 80 രൂപയാണ്. മറ്റേത് 8 സ്ക്വയർ ഫീറ്റ് ആവാൻ 100 രൂപയാകും. ഇതാണെങ്കിൽ 80 രൂപ. അപ്പോൾ ഈ ടൈലിടുന്ന ലാഭം എന്ന് മനസ്സിലായി, ശരിയല്ലേ? ഓക്കെ, അപ്പോൾ ഞാൻ തീരുമാനിച്ചു നമ്മുടെ 220 സ്ക്വയർ ഫീറ്റ് വ്യാപ്തിയുള്ള ഈ സ്ഥലത്ത് 8 സ്ക്വയർ ഫീറ്റ് ഏരിയ ഉള്ള ടൈലിടാം. ഓക്കെ, അപ്പോൾ എത്ര ടൈല് വേണമെന്ന് അറിയണമല്ലോ. അതിന് നമ്മൾ എന്താ ചെയ്യാൻ പോവുക? 220നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 220 സ്ക്വയർ ഫീറ്റ് ഏരിയ ഉള്ള സ്ഥലത്ത് 8 സ്ക്വയർ ഫീറ്റ് ഏരിയ ഉള്ള എത്ര ടൈല് വേണമെന്നറിയാൻ 220/8 ചെയ്തു. അപ്പോൾ എനിക്ക് 27.5 എണ്ണം എന്ന് കിട്ടും. എത്ര ടൈല് വേണ്ടി വരും? 27 എണ്ണം. 7.5 എന്ന് പറഞ്ഞാൽ നമുക്കത് കംപ്ലീറ്റ് ആയിട്ടുള്ള ടൈല് മുറിക്കേണ്ട വരത്തില്ലേ? അപ്പം നമുക്കതിനെ 27 എണ്ണം കറക്റ്റായിട്ട് വേണമെന്ന് മനസ്സിലാവും. എത്ര എണ്ണം വേണം? 27 കിട്ടിയത്. പൂർണ്ണമായിട്ടുള്ള ടൈലുകൾ 27 എണ്ണം വേണം, ആണോ? ഓക്കെ, 27 ടൈലിട്ടാൽ എത്ര സ്ക്വയർ ഫീറ്റ് ഏരിയ കവർ ആകും എന്ന് കണ്ടുപിടിക്കാമല്ലോ. ഒരു ടൈലിൻ്റെ ഏരിയ 8 സ്ക്വയർ ഫീറ്റ് അല്ലേ? അപ്പോൾ 27 ടൈലിൻ്റെ ഏരിയ 27 × 8, അതായത് 216 സ്ക്വയർ ഫീറ്റ് സ്ഥലത്തെ ഏരിയ ക്ലിയർ ആകും. ക്ലിയർ ആണോ? അപ്പോൾ ഒന്നുകൂടെ ഞാൻ പറയാം. എനിക്ക് മനസ്സിലായി 8 സ്ക്വയർ ഫീറ്റിൻ്റെ ടൈലാണ് ലാഭം, കാരണം അതിന് 80 രൂപയേ ഉള്ളൂ. അപ്പം ഞാൻ ഈ മുറിയിൽ 8 സ്ക്വയർ ഫീറ്റിൻ്റെ ടൈലിടാൻ തീരുമാനിച്ചു. എത്ര ടൈല് വേണമെന്ന് അറിയണ്ടേ? അതിന് മുറിയുടെ അല്ലെങ്കിൽ തറയുടെ വിസ്തീർണം 220 സ്ക്വയർ ഫീറ്റാണ്. ഒരു ടൈലിൻ്റെ വിസ്തീർണം 8 സ്ക്വയർ ഫീറ്റാണ്. അപ്പോൾ എത്ര ടൈല് വേണമെന്നറിയാൻ 220/8 ചെയ്തു. 220/8 ചെയ്തപ്പം 27 കിട്ടി. എന്ന് വെച്ചാൽ 27 ടൈലുകൾ പൂർണ്ണമായിട്ട് വേണം. പിന്നെ ഒരു അര ടൈലും വേണം. അരയായിട്ട് എടുക്കേണ്ട കേസില്ല, പൂർണ്ണമായിട്ടുള്ള ടൈലുകൾ എടുത്താൽ മതി. അപ്പോൾ 27 എണ്ണം ടൈലുകൾ വേണ്ടി വരും. അപ്പോൾ 27 എണ്ണം ടൈലുകൾ ഇടുമ്പം എത്ര സ്ഥലത്തെ ഏരിയ കവറാകും എന്ന് കണ്ടുപിടിക്കണ്ടേ? അപ്പോൾ അതിന് വേണ്ടി 27 × ഒരു ടൈലിൻ്റെ ഏരിയ 8 സ്ക്വയർ ഫീറ്റാണ്. 27 എണ്ണം × 8 സ്ക്വയർ ഫീറ്റ് ചെയ്തു. അപ്പോൾ എനിക്ക് മനസ്സിലായി 216 സ്ക്വയർ ഫീറ്റ് ഏരിയ കവറാകും. അപ്പോൾ 216 സ്ക്വയർ ഫീറ്റ് സ്ഥലത്തെ ഏരിയ എന്താവും? 216 സ്ക്വയർ ഫീറ്റ് സ്ഥലത്തെ ഏരിയ കവറാകും. ഇനി ഒരു 4 സ്ക്വയർ ഫീറ്റും കൂടെ കവർ ആവാനുണ്ട്, ശരിയല്ലേ? അവിടെ നമുക്ക് ഇത് കൂട്ടൊരു ടൈലും കൂടെ വെച്ചാൽ കറക്റ്റ് ഫിറ്റ് ആവില്ലേ? കാരണം അത് 4 സ്ക്വയർ ഫീറ്റിൻ്റെ ടൈലാണ്. നമ്മുടെ 8 സ്ക്വയർ ഫീറ്റിൻ്റെ മുറിക്കേണ്ട ആവശ്യമില്ല, 4 സ്ക്വയർ ഫീറ്റിൻ്റെ മുറിക്കാത്ത ടൈലില്ലേ നമുക്ക്. അപ്പം 27 ടൈലുകൾ വലുതും ഒരു ചെറിയ ടൈലും, അതായത് 4 സ്ക്വയർ ഫീറ്റിൻ്റെ ടൈലും കൂടെ വെച്ചാൽ കറക്റ്റ് പക്കയായിട്ട് സെറ്റായിട്ടിരിക്കും. അപ്പോൾ എനിക്ക് മനസ്സിലായി 27 വലിയ ടൈല് വേണം, പ്ലസ് ഒരു ചെറിയ ടൈല് വേണം, അല്ലേ? വലിയ ടൈലിനാകെ എത്ര രൂപയാകും? 27 ടൈലല്ലേ? അപ്പോൾ 27 × അതിൻ്റെ ഒരെണ്ണത്തിൻ്റെ വില എത്രയാണ് മക്കളെ? ഒരെണ്ണത്തിൻ്റെ വില 80 രൂപയാണ്. ഓക്കെ, പ്ലസ് ചെറിയ ടൈലിന് ഒരെണ്ണത്തിൻ്റെ വില 50 രൂപയാണ്, ആണോ? അപ്പോൾ 27 × 80 നമ്മൾ ഗുണിക്കുമ്പോൾ കിട്ടുന്നത് 2160 അതിൻ്റെ കൂടെ 50 കൂടെ കൂട്ടണം, 50 രൂപയും കൂടെ. അപ്പോൾ ആകെ നമുക്ക് ആകുന്നത് 2210 രൂപ എന്ന് കിട്ടും. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ആൻസർ 2210 രൂപയാണ്. എൻ്റെ അമ്മോ, മനസ്സിലായോ? ബുദ്ധിമുട്ടായിട്ട് ചോദിച്ചൊരു ചോദ്യമാണ്, ഡിഗ്രിയുടെ ചോദ്യമല്ലേ. ഞാൻ ഒന്നുകൂടെ പറയട്ടെ, ഒരു റൗണ്ടും കൂടെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കാവേ.
ശ്രദ്ധിച്ചോ മക്കളെ. അതായത് 220 സ്ക്വയർ ഫീറ്റ് വിസ്തീർണമുള്ള ഒരു തറയുണ്ട്. ഈ തറയിൽ ടൈലിടണം. കുറഞ്ഞ ചിലവിൽ ഇടുകയും ചെയ്യണം. അപ്പോൾ അതിന് 2 തരത്തിലുള്ള ടൈൽസ് നമുക്ക് അവൈലബിൾ ആണ്. ഒന്ന് 2x2 ടൈല് എന്ന് പറഞ്ഞാൽ 4 സ്ക്വയർ ഫീറ്റ് ഉള്ള ടൈല്. അടുത്തത് 4x2 ടൈല്, അതായത് 8 സ്ക്വയർ ഫീറ്റ് ഉള്ള ടൈല്. 4 സ്ക്വയർ ഫീറ്റ് ഉള്ള ടൈലിന് 50 രൂപയും 8 സ്ക്വയർ ഫീറ്റ് ഉള്ള ടൈലിന് 80 രൂപയുമാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് 4 സ്ക്വയർ ഫീറ്റിന് 50 ആകും, ഇത് 8 സ്ക്വയർ ഫീറ്റിന് 80 ആവത്തുള്ളൂ. അപ്പോൾ ഈ ടൈൽ ഇടുന്ന കച്ചവടത്തിൽ ലാഭം, അല്ലെങ്കിൽ നമുക്ക് ചിലവ് കുറയ്ക്കാൻ പറ്റുന്നു, ചിലവ് കുറഞ്ഞ രീതിയിൽ ചെയ്യണമെന്ന്. അപ്പം ഞാൻ തീരുമാനിച്ചു 8 സ്ക്വയർ ഫീറ്റ് ഏരിയ വരുന്ന ടൈൽ ഇടാം. അപ്പോൾ ഇത് കൂട്ടി എത്ര ടൈൽ വേണമെന്ന് അറിയണ്ടേ? അപ്പോൾ 220 സ്ക്വയർ ഫീറ്റ് ഏരിയ ഉള്ള സ്ഥലമാണ്. അതിൽ 8 സ്ക്വയർ ഫീറ്റിന് എത്ര ടൈൽ വേണമെന്നറിയാൻ 220/8 ചെയ്തു. അപ്പോൾ എനിക്ക് 27 കിട്ടി. നമ്മൾ ടൈൽ മുറിക്കാൻ ഉദ്ദേശിക്കണില്ല. അപ്പോൾ പൂർണ്ണമായിട്ട് 27 എണ്ണം വേണ്ടി വരും. ഒരെണ്ണത്തിന് 8 സ്ക്വയർ ഫീറ്റാണ് ഏരിയ. അപ്പോൾ 27 എണ്ണം വേണമെങ്കിൽ 27 × 8 216 സ്ക്വയർ ഫീറ്റ് ഏരിയയുടെ സ്ഥലത്ത് ഏരിയ കവറാകും. 220 സ്ക്വയർ ഫീറ്റ് ഏരിയ ഉള്ള തറയാണ്. അതിൽ 216 സ്ക്വയർ ഫീറ്റിൻ്റെ സ്ഥലത്തെ ഏരിയ നമുക്ക് ഈ വലിയ ടൈല് വെച്ച് കവർ ചെയ്യാൻ പറ്റും. എന്നാലും പ്രശ്നമുണ്ട്, 220 വേണ്ടേ? ഒരു 4 സ്ക്വയർ ഫീറ്റ് സ്ഥലം ബാക്കി വരും. ആ 4 സ്ക്വയർ ഫീറ്റ് സ്ഥലത്ത് നമുക്ക് ഈ ഒരു ടൈല് പകുതിയായിട്ട് മുറിച്ച് വെക്കണ്ട. 4 സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു പൂർണ്ണമായിട്ടുള്ള ടൈല് നമ്മുടെ കയ്യിലില്ലേ? ആ ഒരു ടൈൽ അങ്ങ് എടുത്ത് വെച്ചാൽ പോരെ? അതിന് 50 രൂപയെ വില ആണോ? അപ്പോൾ എനിക്ക് മനസ്സിലായി, വലിയ ടൈലുകൾ 27 എണ്ണം വേണം 8 സ്ക്വയർ ഫീറ്റിൻ്റെ. പിന്നെ ഒരു 4 സ്ക്വയർ ഫീറ്റിൻ്റെ ചെറിയ ടൈലും വേണം. അപ്പോൾ ആകെ എത്ര രൂപയാകുമെന്നറിയാൻ 27 × 80. വലിയ ടൈലിന് 80 രൂപയാണ്. അപ്പോൾ 27 എണ്ണം വേണം. ചെറിയ ടൈലിന് 50 രൂപ. 27 × 80 ഗുണിക്കുക പ്ലസ് 50 കൂട്ടുക. അപ്പോൾ നമുക്ക് 2210 രൂപ എന്ന് കിട്ടും. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതൊക്കെ കുറച്ച് ടഫായിട്ട് ചോദിച്ച ചോദ്യമാണ്. ഇതൊന്നും കണ്ട് നിങ്ങൾ പേടിക്കണ്ട. കാരണം ഈ ചോദ്യം ഇതൊക്കെ എങ്ങനെ നമ്മൾ എക്സാമിന് ചെയ്യും, അങ്ങനെ ഒരു ടെൻഷനൊന്നും വേണ്ട. ഇത് ഞാൻ പറഞ്ഞില്ലേ, ഇതൊക്കെ കുറച്ച് ടഫായിട്ട് നമ്മുടെ സമയം കളയാൻ വേണ്ടി, അല്ലെങ്കിൽ ഒത്തിരി സമയം കളയാൻ വേണ്ടി അങ്ങനെ ചോദിക്കുന്ന ചോദ്യങ്ങളാണ് മക്കൾ. ഇങ്ങനെയൊന്നും എപ്പോഴും വരാറൊന്നുമില്ല. ഇത് PYQ ആയതുകൊണ്ട് ഞാൻ അങ്ങ് ചെയ്യിപ്പിച്ചെന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഒന്നും കണ്ട് ബോധേഡാവണ്ട, ടെൻഷൻ ആവണ്ട. നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. ഈ ചോദ്യങ്ങളൊക്കെ അങ്ങ് പഠിക്കുക. കുറേ ചോദ്യങ്ങൾ നമ്മൾ ചെയ്യും. അപ്പോൾ ഒരു ഐഡിയ ഓവറോൾ ആയിക്കോളും. ഡോണ്ട് വറി കേട്ടോ. ശരി മക്കളെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്താലോ? 6 ചോദ്യങ്ങളായി. കുറച്ചും കൂടെ ഞാൻ എക്സ്പ്ലനേഷൻ പറയുന്നുണ്ട് സാധാരണ പറയുന്നതിനേക്കാൾ. നിങ്ങൾക്കത് കൂടുതൽ മനസ്സിലാവാനാണ്, കൺഫ്യൂഷൻ ആവാതിരിക്കാനാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ ഇഷ്ടങ്ങൾ, സ്നേഹങ്ങളൊക്കെ ലൈക്കായി കമൻറ്റായി രേഖപ്പെടുത്താൻ മറക്കണ്ട. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.